ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. യേശുവിൽ സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വിഷയം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ 21 മുതലുള്ള തിരുവചന ഭാഗത്തിലെ ഒരു സംഭവമാണ്. ജായിറോസിൻ്റെ മകളെ ഉയർപ്പിച്ച സംഭവം നമുക്കറിയാം. 3 പേരെയാണ് ഈശോ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചതായിട്ട് സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒന്ന് ലാസർ, രണ്ടാമത്തേത് നായിമിലെ വിധവയുടെ മകൻ, മൂന്നാമത്തേത് നമ്മുടെ ജായിറോസിൻ്റെ മകൾ. ലാസർ മരിച്ചിട്ട് കർത്താവ് ഉയർപ്പിച്ചപ്പം നമ്മളവിടെ കാണുന്നു കർത്താവിൻ്റെ ശക്തി പ്രകടിപ്പിച്ച ഒരു സംഭവമായിരുന്നു ലാസറിൻ്റെ ഉയർപ്പ്. രണ്ടാമത്തെ സംഭവം നായിമിലെ വിധവയുടെ മകനെ ഉയർപ്പിച്ചപ്പോൾ നമ്മൾ അതിൽ കാണുന്ന ഒരു കാര്യമുണ്ട്. ഈ വിധവ ഒരുപാട് സഹിച്ചിട്ടും അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് ഈ മകനെ വളർത്തിയിട്ടുള്ളത്. അങ്ങനെയുള്ള ഈ ഏക മകൻ മരിക്കുമ്പോൾ ഒരുപാട് വേദനയുണ്ടായിരുന്നു ഈ സഹോദരിയുടെ മനസ്സിൽ. മരിച്ചിട്ട് ഒരു ദിവസം കഴിഞ്ഞ് മൃതസംസ്കാര ശുശ്രൂഷയ്ക്ക് പോകുന്ന സമയത്താണ് ഈശോയെ കാണുക. അപ്പോഴാണ് ഈശോ ഈ സഹോദരന് വീണ്ടും ജീവൻ കൊടുക്കുക. വിധവയുടെ ഏക മകനെ ഉയർപ്പിക്കുന്ന സംഭവം അങ്ങനെയാണ് നമ്മൾ കാണുക. ആ സമയത്ത് നമുക്ക് മനസ്സിലാവും ഈശോയുടെ മനസ്സിൽ ജനത്തോടുള്ള ഒരു വലിയ അനുകമ്പ. പ്രത്യേകിച്ച് വേദനിക്കുന്നവരെ കാണുമ്പോൾ, കരയുന്നവരെ കാണുമ്പോൾ ഹൃദയത്തിൽ നിറയുന്ന ആ അനുകമ്പ നമ്മളവിടെ മനസ്സിലാക്കുകയാണ്. വീണ്ടും ജായിറോസിൻ്റെ മകളുടെ സംഭവത്തിൽ നമ്മൾ കാണുന്നു, മരിച്ചിട്ട് മണിക്കൂറുകൾ പോലും ആയിട്ടില്ല. ലാസർ മരിച്ചിട്ട് 4 ദിവസം കഴിഞ്ഞായിരുന്നു. വിധവയുടെ മകൻ മരിച്ചിട്ട് 1 ദിവസം കഴിഞ്ഞായിരുന്നു. ജായിറോസിൻ്റെ മകൾ മരിച്ചിട്ട് അധികം മണിക്കൂറുകൾ പോലും ആയിട്ടില്ല. ഈ സഹോദരൻ ജായിറോസ് കർത്താവിൻ്റെ അടുത്ത് വന്ന് അപേക്ഷിക്കുന്നു. അങ്ങനെ കർത്താവ് ചെന്ന് ഈ മകളെ ഉയർപ്പിക്കുന്ന സംഭവമാണ്. നമ്മളിവിടെ കാണും ഈശോയുടെ ഹൃദയത്തിൽ നിറയുന്ന ഒരു വലിയ സ്നേഹം. ജായിറോസിനോട് കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. സാധാരണ ഒരാൾ അവരുടെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ മരിച്ചാൽ നമ്മൾ അവരെ ആശ്വസിപ്പിക്കുന്നത് സങ്കടപ്പെടണ്ട കേട്ടോ, കരയണ്ട കേട്ടോ, അങ്ങനെയല്ലേ സാധാരണ നമ്മൾ പറയേണ്ട കാര്യം. പക്ഷേ കർത്താവ് ഇവിടെ പറയുന്നു, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഈ ഒരൊറ്റ വചനം നമ്മളൊന്ന് ധ്യാനിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, കർത്താവ് ഈ മകളെ ഉയർപ്പിക്കുമ്പോൾ മനസ്സിൽ നിറച്ച് കൊണ്ടുവന്ന ഭാവം സ്നേഹത്തിൻ്റെ ഭാവമാണ്. എല്ലാവരെയും സ്നേഹിക്കുന്ന, മാനിക്കുന്ന, അംഗീകരിക്കുന്ന ഈശോയാണ് നമ്മളവിടെ കാണുക. ജായിറോസിനെ കുറിച്ച് പറഞ്ഞാൽ നമുക്കറിയാം, സിനഗോഗ് അധികാരിയാണ്. വളരെ ഉയർന്ന നിലവാരം, സമൂഹത്തിലെ ഉന്നതമായിട്ടുള്ള സ്ഥാനം അലങ്കരിക്കുന്ന ഒരു വ്യക്തിയാണ് ജായിറോസ്. യഹൂദ പ്രമാണികൾക്കൊക്കെ ഈശോയോട് വലിയ അവജ്ഞ ഉണ്ടായിരുന്നു, ഒരു വെറുപ്പുണ്ടായിരുന്നു. അവർക്കൊന്നും ഈശോയെ സ്നേഹിക്കാൻ പറ്റിയിട്ടില്ല സത്യത്തിൽ. ആ കാലഘട്ടത്തിൽ സാധാരണ ജനങ്ങളുടെ ഇടയിലൊക്കെ ഈശോയ്ക്ക് വലിയ സ്ഥാനം ഉണ്ട് താനും. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സിനഗോഗ് അധികാരി എന്ന നിലയിൽ ജായിറോസ് വന്നിട്ട് ഈശോയുടെ അടുത്ത് വന്നിട്ട് പറയാണ്, കാൽക്കൽ വീണ് അപേക്ഷിച്ചു എന്നാണ് വചനത്തിൽ എഴുതി വെച്ചിട്ടുള്ളത്. കാൽക്കൽ വീണ് അപേക്ഷിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും അത്രയധികം ജായിറോസിൻ്റെ മനസ്സിൽ ഈശോയ്ക്കൊരു സ്ഥാനം കൊടുത്തു. അത്രയധികം മനസ്സിലങ്ങ് വിശ്വസിച്ചു, എനിക്കൊന്നും എൻ്റെ മകളുടെ കാര്യത്തിൽ ചെയ്യാൻ പറ്റുകയില്ല. ജീവന് തുല്യം സ്നേഹിച്ച ഈ മകള്, അതും 12 വയസ്സ് പ്രായമാണ്. യഹൂദരുടെയൊക്കെ ഇടയിൽ 12 വയസ്സ് ഒരു പെൺകുട്ടിക്കായാൽ പുതുജീവൻ കൊടുക്കാൻ അവൾ പ്രാപ്തയാകും എന്ന് മനസ്സിലായാൽ വലിയ ആഘോഷമാണ്, വലിയ ആഹ്ലാദത്തിൻ്റെ പ്രകടനങ്ങളാണ്. ആ ഒരു പ്രായത്തിൽ ഈ കൊച്ചുമോള് മരണാസന്നയായി, വലിയ വേദനയുടെ ഒരു സാഹചര്യമാണ്. ഒരുപാട് പരിശ്രമിച്ചു, ഒരു രക്ഷയില്ലെന്ന് മനസ്സിലായപ്പോൾ നമ്മുടെ ജായിറോസ് ഈശോയുടെ അടുത്ത് വന്ന് കാൽക്കൽ വീണ് അപേക്ഷിച്ചു. എന്ന് പറഞ്ഞാൽ ഈശോയിലുള്ള വിശ്വാസമാണ് നമ്മളവിടെ കാണുക. അത്രയധികം ഈശോയെ ആദരിക്കുകയാണ്, അത്രയധികം ഈശോയിൽ പ്രത്യാശ വയ്ക്കുകയാണ്, ആശ്രയം വയ്ക്കുകയാണ്, വിശ്വസിക്കുകയാണ്. എന്നിട്ട് വീട്ടിൽ ചെല്ലണമെന്ന് അപേക്ഷിച്ചു. അങ്ങനെയാണ് വചനത്തിൽ നമ്മൾ കാണുക. ജായിറോസ് സമൂഹത്തിൻ്റെ നിലപാട് എങ്ങനെയാകും, അവരെങ്ങനെ തന്നെ കാണും, അവരെങ്ങനെ തന്നോട് പെരുമാറും, അതൊന്നും ജായിറോസിനൊരു വിഷയമായില്ല, പ്രശ്നമായിട്ട് തോന്നിയില്ല. ഒരുപക്ഷെ അവരെല്ലാവരും എതിർത്തേക്കാം, എല്ലാവരും തന്നെ തള്ളിപ്പറഞ്ഞേക്കാം, അതൊന്നും ജായിറോസിൻ്റെ മനസ്സിലേക്ക് ഏശുന്നില്ല. കാരണം ഒറ്റ ചിന്തയുള്ളൂ, തൻ്റെ മകൾക്ക് സൗഖ്യം കിട്ടണം. രോഗസന്നയായിട്ട് കിടക്കുന്ന, രോഗത്തിൽ വല്ലാത്ത അങ്ങ് സീരിയസ് ലെവലിൽ കിടക്കുന്ന തൻ്റെ മകൾക്ക് സൗഖ്യം കിട്ടണം. ഇതൊരൊറ്റ ചിന്തയെ ജായിറോസിനുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ജായിറോസ് ഈശോയുടെ അടുത്ത് വന്ന് കാൽക്കൽ വീണ് തൻ്റെ വീട്ടിൽ ചെല്ലണമെന്ന് അപേക്ഷിക്കുകയാണ്.
ഈശോയ്ക്ക് ആ ഒരു ഹൃദയത്തിൻ്റെ ഭാവം നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഈശോ അത് നന്നായിട്ട് മനസ്സിലാക്കി. ജായറോസിൻ്റെ മനസ്സിൻ്റെ അവസ്ഥ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി. നമുക്കറിയാലോ, ദൈവം എത്രയധികം നമ്മളെ സ്നേഹിക്കുന്നു. നമ്മുടെ മനസ്സിൻ്റെ ഒരു ചെറിയ മൃദുലമായിട്ടുള്ള വികാരത്തെ പോലും തിരിച്ചറിയുന്നവനാ കർത്താവ്. അതുപോലും അംഗീകരിക്കുകയും മാനിക്കുകയും ചെയ്യുന്നവനാ നമ്മുടെ കർത്താവ്. ജായറോസിൻ്റെ മനസ്സിലെ ആ കൊച്ചു വേദന, ആ ഒരു ഉത്കണ്ഠ, ആകുലത അതുപോലും മനസ്സിലാക്കി ഈശോ വലിയൊരു അത്ഭുതം പ്രവർത്തിക്കാൻ ഒരുങ്ങുകയാണ്. ജായറോസിനോട് ഇങ്ങനെയാണ് പറഞ്ഞത്, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ശിഷ്യന്മാരെ മാത്രം, 3 പേരെ മാത്രം, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. എപ്പോഴും ഈശോ അങ്ങനെയാണല്ലോ, ചില പ്രത്യേക കാര്യങ്ങൾ ചെയ്യുമ്പോൾ 3 പേരെ വളരെ തിരഞ്ഞെടുത്ത്, ഏറ്റവും അടുത്ത് നിൽക്കുന്നവരെ മാത്രം തിരഞ്ഞെടുത്ത് കൊണ്ടുപോകും. അവരെ 3 പേരെ വിളിച്ചു. പിന്നെ ജായറോസിനെയും ഭാര്യയെയും മാതാപിതാക്കളെ മാത്രം കൊച്ചിൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവാൻ. അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ഈശോ ഒരുങ്ങുമ്പോൾ അധികം പരസ്യം ഈശോ കൊടുക്കുന്നില്ല. പ്രത്യേകിച്ച് ഈ മകളുടെ കാര്യത്തിൽ ഈശോ വളരെ രഹസ്യാത്മകത പാലിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്താ കാരണമെന്നറിയോ? ഈശോ ഇങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടാവും, ഈ മോള് അവൾ വളർന്നു വരുമ്പോൾ ഭാവിയിൽ ഇതൊരു അത്ഭുത സൃഷ്ടിയാണല്ലോ എന്ന് കണ്ട് എല്ലാവരും ഇവളെ വേറെ രീതിയിൽ കാണാൻ ഇടവരല്ല. ഈ ഒരു മരണത്തിൽ നിന്നുള്ള ഉയർപ്പ് അവളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഒരിക്കലും ഒരു തടസ്സമായി തീരാൻ ഇടയാക്കല്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള പല ചിന്തകൾ ഈശോയുടെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് പേരെ മാത്രം മരിച്ചു കിടക്കുന്ന ഈ മകളുടെ അടുത്തേക്ക് കൊണ്ടുപോയി അവൾക്ക് ജീവൻ കൊടുക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, പലപ്പോഴും നമ്മുടെയൊക്കെ ആകുലതകളുടെ കാരണം ഇത്രമാത്രം ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ്. സത്യമല്ലേ? ദൈവം എന്നെ ഇത്രയധികം സ്നേഹിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് ആകുലത നിറയുക. അതൊരു തരത്തിൽ പറഞ്ഞാൽ മനസ്സിലുള്ള ഭയത്തിൻ്റെ ഒരു പ്രകടനമാണ്. ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ഭയത്തിൻ്റെ ഒരു പ്രകടനം. എന്തിനെക്കുറിച്ചുള്ള ഭയമാകാം? നമ്മെക്കുറിച്ച് തന്നെയുള്ള ഭയം, നമുക്കുള്ളവരെക്കുറിച്ചുള്ള അല്ലെങ്കിൽ നമുക്കുള്ളതിനെക്കുറിച്ചൊക്കെയുള്ള അല്ലെങ്കിൽ നമുക്കുള്ളതിനെക്കുറിച്ചുള്ളൊരു സംലഭ്യത അല്ലെങ്കിൽ അതിൻ്റെ സുരക്ഷ, ഇതിനൊക്കെ കുറിച്ചുള്ളൊരു അരക്ഷിതാവസ്ഥയാണ് ഭയം എന്ന് പറയുക. നമുക്ക് തന്നെയും ഒരു തീരുമാനം കിട്ടുന്നില്ല. നമുക്ക് തന്നെയും ഒരു എങ്ങനെയാകും, എന്താകും, ഇങ്ങനെയുള്ള ഒരു സ്വസ്ഥമാക്കാൻ പറ്റാത്ത, തീരുമാനമെടുക്കാൻ പറ്റാത്ത ഒരു അങ്കലാപ്പ്, ഒരു ആകുലത, ഒരു അസ്വസ്ഥത, ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒരുപാട് മനസ്സിൽ വരാം, ഒരുപാട് ജീവിതത്തിൽ വരാം. ഒത്തിരി നമ്മുടെ മനസ്സിനെ അസ്വസ്ഥമാക്കാം. പ്രിയമുള്ള സഹോദരങ്ങളെ, കർത്താവ് ഈ ഭയം ഇത് ഉണ്ടാകില്ല എന്നല്ല പറയുക, പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്നല്ല പറയുക. പ്രശ്നങ്ങളുണ്ട്, ഉണ്ടാകണം, ഉണ്ടാകും, തീർച്ചയായിട്ടും ഉണ്ടാവും. പരാജയങ്ങളോ പ്രതികൂലങ്ങളോ എല്ലാം ഉണ്ടാകാം. പക്ഷേ ഇതൊന്നും നമ്മളെ കീഴ്പ്പെടുത്താൻ ഇടയാക്കല്ല, ഇതൊന്നും നമ്മളെ കീഴടക്കാൻ അനുവദിച്ചേക്കല്ല. കർത്താവ് പറയുന്നു, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. നീ വിശ്വസിക്കുക, നീ വിശ്വസിക്കുക മകനെ, മകളെ, നീ വിശ്വസിക്കുക. നിൻ്റെ ദൈവത്തിന് നിൻ്റെ കുടുംബത്തിൽ, നിൻ്റെ ജോലി മേഖലയിൽ, നിൻ്റെ പ്രവർത്തനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാൻ പറ്റും എന്ന് നീ വിശ്വസിക്കുക. അത്രയും ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യണമെന്നില്ല എന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ്. ഭയം അത് വരാൻ സാധ്യതയുണ്ട്. ഭയപ്പെടാൻ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. വിശ്വാസം നഷ്ടപ്പെടാവുന്ന സാഹചര്യങ്ങളും ഉണ്ടാകാം. പക്ഷേ വിശ്വസിക്കണം. എന്ത്? കർത്താവിൽ വിശ്വസിക്കണം. ഭയപ്പെടാൻ ഉള്ള കാരണങ്ങൾ നിരവധി ഉണ്ടെങ്കിലും ഭയപ്പെടാതിരിക്കാനുള്ള കൃപ തരണേന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ ഒറ്റ വചനം, വിശ്വസിക്കുക. നീ വിശ്വസിക്കുക, നീ വിശ്വസിക്കുക, ദൈവത്തിൽ മാത്രം വിശ്വസിക്കുക. പ്രിയമുള്ള സഹോദരങ്ങളെ, കർത്താവിന് എന്തും ചെയ്യാൻ പറ്റും. മരണത്തിനപ്പുറവും പ്രവർത്തിക്കാൻ നമ്മുടെ കർത്താവിന് ശക്തിയുണ്ട്. മരണത്തിനപ്പുറവും പ്രവർത്തിക്കാൻ നമ്മുടെ കർത്താവിന് കഴിവുണ്ട്, ബലമുണ്ട്. ഞാൻ ഓർക്കുന്നു, ഒരു സഹോദരൻ ഒരിക്കൽ വന്നിട്ട് വേദനയോടെ പറഞ്ഞു, സിസ്റ്ററെ, എൻ്റെ അനുജൻ എന്നോട് സംസാരിച്ചിട്ട് നാളുകളായി. എൻ്റെ സഹോദരൻ എന്താ കാരണം എന്നറിയത്തില്ല, എങ്ങനെ സംസാരിക്കാൻ ചെന്നാലും, എത്ര ഫ്രീ ആയിട്ട് ഇടപെടാൻ ചെന്നാലും അവൻ എന്നെ കണ്ടാൽ ഓടിപ്പോവും, അടുത്ത് നിൽക്കുകയില്ല. ഇനി ഫോൺ വിളിച്ചാൽ എൻ്റെ നമ്പറാണെന്ന് കണ്ടാൽ എടുക്കുകയില്ല. വേറെ നമ്പറിൽ വിളിച്ചാൽ എൻ്റെ സ്വരം കേട്ടാൽ ഉടനെ ഫോൺ കട്ട് ചെയ്യും. അവൻ അഭിമുഖീകരിക്കാൻ, നേരിട്ട് കാണാൻ അല്ലെങ്കിൽ സംസാരിക്കാൻ സമ്മതിക്കുകയില്ല. വേറെ മറ്റുള്ളവരോടൊക്കെ പറഞ്ഞു നോക്കി, അവരൊക്കെ ചെന്ന് സംസാരിച്ചു, ഒരു രക്ഷയില്ല. എന്താണെന്നറിയത്തില്ല, അവൻ എന്നോട് വല്ലാതെ അകന്നുപോയി. മനസ്സിൽ വലിയ സങ്കടമുണ്ട്. ഒത്തിരി അങ്ങ് കരഞ്ഞു ഇത്രയും പറഞ്ഞിട്ട്.
വേദന തോന്നിപ്പോയി. ഒരു ബന്ധം അകന്നു പോയതിൻ്റെ വേദന മനസ്സിൽ കൊണ്ടു നടക്കുന്നൊരു സഹോദരൻ. ഞാൻ ഈ അനുജനെ വിളിച്ചിട്ട് സംസാരിച്ചു. എന്തേ ഉണ്ടായി? എന്തേ ഇത്രയും അകലാൻ കാര്യം? എന്തേ ഈ ചേട്ടനെ ഇത്രയും വെറുക്കാൻ കാര്യം? എന്തേ ഈ ചേട്ടനെ ഇങ്ങനെ മറന്നു കളയാൻ കാര്യം? കുറേ ചോദിച്ചപ്പം പതുക്കെ മനസ്സിൻ്റെ ഉള്ളിൽ കിടന്ന ആ വേദന എന്നോട് ഇങ്ങനെ പറഞ്ഞു, സിസ്റ്ററെ, തൊട്ടടുത്ത ചേട്ടൻ്റെയും എൻ്റെയും വീട് തൊട്ടടുത്ത് ഒരു പറമ്പിൽ തന്നെയാണ് എന്ന് പറഞ്ഞാൽ അകലെയല്ല. അപ്പം ഇങ്ങനെ വീട് പണി, ചേട്ടൻ്റെ വീട് പണി ആദ്യം കഴിഞ്ഞായിരുന്നു. അനുജൻ്റെ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയം കമ്പിയും സിമെൻറ്റും കല്ലും അതൊക്കെ ഇറക്കി അവിടെയുണ്ട്. പണികൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇങ്ങനെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ചേട്ടന് അവിടെ ചെറിയതായിട്ടുള്ള കുറച്ച് ആവശ്യങ്ങൾ വന്നപ്പോൾ അനുജനോട് ചോദിക്കാതെ, അല്ലെങ്കിൽ അനുജൻ്റെ വീട്ടിൽ ഭാര്യയുണ്ട്, അനുജൻ്റെ ഭാര്യയുണ്ട്, മക്കൾ, അവരൊക്കെ ഉണ്ട്, പക്ഷെ അവരോടൊന്നും പറയാതെ ചേട്ടന് ഇഷ്ടമുള്ള കമ്പിയും സിമെൻറ്റ് അവർ വേണ്ടത് മുഴുവൻ എടുത്ത് അവൻ കൊണ്ടുപോയി. അവനാവശ്യമുള്ള കുറേ എക്സ്ട്രാ പണികളൊക്കെ അവിടെ നടക്കുന്നതുകൊണ്ട് അതിന് മുഴുവനായിട്ട് അവൻ ഉപയോഗിക്കുകയാണ്. ഈ അനുജൻ ആദ്യം അത് കണ്ടില്ല. അനുജൻ്റെ ഭാര്യയാണത് ശ്രദ്ധിച്ചത്. ഭാര്യ കണ്ടപ്പം ഭർത്താവിനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവമുണ്ട്, ചേട്ടൻ കുറച്ചധികം സിമെൻറ്റും കമ്പിയൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തിട്ട് പോയിട്ടുണ്ട്. ഉടനെ ഭാര്യ ആശ്വസിപ്പിച്ചു, സാരമില്ല, ചേട്ടനല്ലേ, കൊണ്ടുപോട്ടെ, സാരമില്ല. പക്ഷേ ഈ മകൻ എന്നോട് പറയാം, സിസ്റ്ററെ, അന്നേരം തൊട്ട് എൻ്റെ മനസ്സിൽ ചേട്ടൻ എടുത്തുകൊണ്ട് പോയതല്ല എൻ്റെ വിഷമം. ഒരു വാക്കൊന്ന് പറയത്തില്ലായിരുന്നോ? എന്നെ എന്തേ അന്യനായിട്ട് കണ്ടത്? ഒരു വാക്ക്, എനിക്ക് ഒരു ആവശ്യമുണ്ട് കേട്ടോ, ഞാൻ ഇത്രയും സിമെൻറ്റ് കമ്പി എടുക്കുന്നുണ്ട്, ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ. ആത്മാർത്ഥത ഇല്ലാത്തവരെ പിന്നെ എന്തിനാ സിസ്റ്ററെ സ്നേഹിക്കുന്നത്? ആത്മാർത്ഥത അറിയത്തില്ലാത്തവരുടെ അടുത്ത് പിന്നെ എന്തിനാ നമ്മൾ ഇടപെടുന്നത്? ആ ഒരൊറ്റ കാരണമായിരുന്നു ഇവനെ മനസ്സുകൊണ്ട് അകന്നു പോകാൻ ഇടയാക്കിയത്. നാളുകളും മിണ്ടാതെ നടന്നു. നാളുകൾ കുറേ പറഞ്ഞു, പ്രാർത്ഥിച്ചു, കുറേ സങ്കടമൊക്കെ ഷെയർ ചെയ്തു. ഞാൻ ഓർക്കുന്നു, പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞപ്പം ഈ മൂത്ത സഹോദരൻ വന്നിട്ട് കൈയൊക്കെ കൂപ്പി കണ്ണൊക്കെ നിറഞ്ഞിട്ട് എന്നോട് പറയായിരുന്നു, സിസ്റ്ററെ, അനുജൻ വന്നു, സംസാരിച്ചു, ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു, ഞങ്ങൾ കുറേ അധികം കാര്യങ്ങൾ സംസാരിച്ചു, വലിയ സന്തോഷമായി. നാളുകളായിട്ട് മനസ്സിൽ കിടന്ന ആ ശൂന്യത അങ്ങ് മാറിപ്പോയി. മനസ്സിൽ വലിയതായിട്ട് മുറിഞ്ഞു കിടന്നിരുന്ന ആ ബന്ധം അത് കർത്താവ് മാറ്റിത്തന്നു. സന്തോഷമുണ്ട് കേട്ടോ, സ്നേഹമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഈ സഹോദരൻ വന്ന് ഷെയർ ചെയ്തത് ഞാൻ ഓർക്കുക. എത്രയോ ജീവിതങ്ങളിൽ മരിച്ചതിന് തുല്യം പോലെ ചില ബന്ധങ്ങൾ അകന്നുപോയി. മരിച്ച വീട് പോലെയാണ് ചില വീടുകൾ, മരിച്ചതിന് തുല്യമാണ്. ഒറ്റ കാര്യം ഒന്നോർക്ക്, ഭയപ്പെടേണ്ട, നീ വിശ്വസിക്കുക മാത്രം ചെയ്യുക. ആശ്രയിക്കണം ആരിലാണെന്നറിയോ? ദൈവത്തിൽ. നിൻ്റെ ദൈവത്തിന് മാത്രമേ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാൻ പറ്റത്തുള്ളൂ. മരണത്തിനപ്പുറവും ജീവൻ കൊടുക്കാൻ ജീവൻ്റെ നാഥനായ കർത്താവിന് കഴിയുമെങ്കിൽ നിൻ്റെ കൊച്ചു ജീവിതത്തിലെ ഈ പ്രശ്നങ്ങളിലേക്ക്, ഈ പരിഹാരം ഇതുവരെയും കണ്ടിട്ടില്ലാത്ത, കിട്ടിയിട്ടില്ലാത്ത മേഖലകളിലേക്ക് നിൻ്റെ കർത്താവിന് ഇടപെടാൻ പറ്റും എന്ന് ആഴത്തിൽ നീ വിശ്വസിക്കണം. ആഴത്തിൽ വിശ്വസിച്ചേ പറ്റൂ. വിശ്വസിക്കുക മാത്രം ചെയ്യുക. വിശ്വസിക്കുക മാത്രം ചെയ്യുക. സത്യത്തിൽ ഈ വാക്കിൻ്റെ തർജ്ജമ, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്നതിൻ്റെ തർജ്ജമ ഇങ്ങനെയാണ്: വിശ്വസിച്ചുകൊണ്ടേയിരിക്കുക, വിശ്വസിച്ചുകൊണ്ടേയിരിക്കുക. ദൈവം തരും, ദൈവം നടത്തും, ദൈവം കൊണ്ടുവരും, ദൈവം ശരിയാക്കി തരും. ഈ മുറിഞ്ഞു പോയ ബന്ധത്തെ ദൈവം കൂട്ടി യോജിപ്പിച്ചു തരും. ഈ തകർച്ചയിൽ നിന്നൊരു ഉയർച്ച ദൈവം കൊണ്ടുതരും. വിശ്വസിച്ചുകൊണ്ടേയിരിക്കുക. ദൈവത്തിലുള്ള നിൻ്റെ വിശ്വാസം നീ ഓരോ ദിവസവും പുതുക്കി പണിതുകൊണ്ടേയിരിക്കണം. ഓരോ ദിവസവും പുതുക്കി പണിതുകൊണ്ടേയിരിക്കണം. ചില സാഹചര്യങ്ങളിൽ നമ്മുടെ മനസ്സ് വല്ലാതെ ഇടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. എന്നെക്കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റുകയില്ല, എന്നെക്കൊണ്ട് ഒരിക്കലും പിടിച്ചു നിൽക്കാൻ പറ്റുകയില്ല. ഭയം വല്ലാതെ നമ്മളെ ആക്രമിക്കാം. ചില സമയങ്ങളിൽ നമ്മൾ എത്ര പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ പോലും, ദൈവത്തിൻ്റെ സാന്നിധ്യം ഒരുപാട് അനുഭവിക്കുന്നവരാണെങ്കിൽ പോലും ഈ ഭയം നമ്മളെ കീഴടക്കാം. ഭയം മാറാതെ ഒന്നും ഇരിക്കുകയില്ല. ഭയം നമ്മൾ പേടിക്കുമെന്ന് ഓർത്തിട്ട് പ്രശ്നങ്ങൾ വരാതെ ഇരിക്കില്ല. ഭയം ഉണ്ടാകാം. ഈ ഭയം വരുമ്പോൾ, പേടി വരുമ്പോൾ ഒറ്റ കാര്യം, ഈശോ കൂടെയുണ്ടെന്നും ഈശോയ്ക്ക് ഇതിനൊക്കെ പരിഹാരമുണ്ടെന്നും മനസ്സിലാക്കാൻ, അങ്ങനെ നമ്മൾ ഈശോയിൽ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകുമ്പോൾ വിശ്വസിച്ചുകൊണ്ടേയിരിക്കാൻ, എപ്പോഴും വിശ്വസിച്ചുകൊണ്ടിരിക്കാൻ, ദൈവത്തിന് ശക്തിയുണ്ടെന്നും ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടുമെന്നും വിശ്വസിച്ചുകൊണ്ടേയിരിക്കാൻ നമുക്കൊരു പ്രേരണ കിട്ടുകയാണ്. ഒരു സഹോദരി പറഞ്ഞൊരു അനുഭവം ഞാൻ ഓർക്കുകയാണ്. ഇടവകയിൽ ഒരുപാട് ആത്മീയ കാര്യങ്ങളിൽ, ഇടവക പ്രവർത്തനങ്ങളിലൊക്കെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മകളാണ്. ഒരു 35 വയസ്സ് പ്രായമൊക്കെ കാണും. നല്ല മിടുക്കിയായിട്ടൊക്കെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. ഈ സമയത്ത് ആ ഇടവകയിൽ തന്നെ സഹായിക്കുന്ന ഒരു മകൻ, ചെറുപ്പക്കാരനാണ്, ഒരു 20-22 വയസ്സൊക്കെ പ്രായമുള്ളൂ. അവരും വളരെ ആത്മാർത്ഥമായിട്ട് കർത്താവിൻ്റെ ശുശ്രൂഷയിൽ പങ്കാളിത്തം വഹിക്കുകയാണ്. ഒരു പ്രശ്നവും തുടക്കത്തിലില്ലായിരുന്നു. വളരെ സിൻസിയറായിട്ട് ചെയ്യുന്നു, സഹായിക്കുന്നു, പരസ്പരം സഹായിക്കുന്നു, സ്നേഹിക്കുന്നു. പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഒരിച്ചിരി ആ ബന്ധത്തിൽ തിന്മ കയറാൻ തുടങ്ങി, ഒരിച്ചിരി മനസ്സുകൊണ്ടൊക്കെ അടുക്കാൻ തുടങ്ങി. പക്ഷെ പാപത്തിലേക്ക് അധികം വീണ് പോയിട്ടില്ല, വലിയ അങ്ങ് ലിമിറ്റ് വിട്ടിട്ടില്ലെങ്കിലും അതിച്ചിരി വേണ്ടായിരുന്നു എന്ന് രണ്ടു പേർക്കും തോന്നാൻ തുടങ്ങി.
ആ സാഹചര്യത്തിൽ ആർക്കോ എന്തോ മൊബൈൽ മെസ്സേജുകളൊക്കെ വഴി ഇവരെ കൈമാറിയ ആശയങ്ങൾ ആരോ പിടിച്ചു. അത് വലിയ പ്രശ്നമായി, വലിയ വിഷയമായി. ഈ സഹോദരി ധ്യാനിക്കാനായിട്ട് വന്നു. കരഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞു, സിസ്റ്ററെ, ഈശോയായിട്ടുള്ള ബന്ധം മുറിഞ്ഞു പോയായിരുന്നു, ഈശോയെ മനസ്സിൽ നിന്ന് മാറിപ്പോയായിരുന്നു കുറച്ച് നാളുകളായിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വീണ് പോയത്. ഇനി ഞാൻ ഈശോയെ മുറുകെ പിടിക്കും. ഇനി എനിക്ക് പഴയ പോലത്തെ ഈശോയോടുള്ള ബന്ധം എനിക്ക് വേണം. അങ്ങനെ ഈ മകള് പാപമൊക്കെ ഉപേക്ഷിച്ച് അങ്ങനെയുള്ള ആവശ്യമില്ലാത്ത ബന്ധങ്ങളൊക്കെ കളഞ്ഞ് നല്ല മിടുക്കിയായി. എന്നിട്ട് എന്നോട് ഇങ്ങനെയാണ് പറഞ്ഞത്. കുറച്ച് ഈ പറയുന്നതിന് ഷെയർ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഒരു 1-2 ആഴ്ച മുമ്പ് വല്ലാതെ ഈ ഓർമ്മകൾ ഇങ്ങോട്ട് മനസ്സിൽ വന്നിട്ട് വല്ലാതെ അങ്ങ് സങ്കടമായി. മറക്കാൻ പറ്റുന്നില്ല ചില കാര്യങ്ങൾ. അത് മനസ്സിനെ ഇട്ടിങ്ങനെ ഞെക്കി പിഴിയാണ്. എന്ന് പറഞ്ഞാൽ വല്ലാതെ ഇങ്ങനെ ക്രൂശിക്കുന്ന ഒരു അനുഭവം. ഈ മകൾ പറയുക, സിസ്റ്ററെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ആ സമയത്ത് ഒരു പ്രാർത്ഥിക്കുന്ന നല്ല ദൈവാനുഭവമുള്ള ഒരു സഹോദരിയുടെ അടുത്ത് ചെന്നിട്ട് തുറന്നു പറഞ്ഞു, എൻ്റെ മനസ്സിൽ വല്ലാത്ത അസ്വസ്ഥത, ചില ഓർമ്മകൾ എന്നെ വല്ലാതെ വേട്ടയാടുന്നു, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അത്രയും പറയല്ല, ഈ മകളങ്ങ് വാവിട്ട് കരഞ്ഞുപോയി. കേട്ടുകൊണ്ടിരുന്ന ഈ പ്രാർത്ഥിക്കുന്ന സഹോദരി പറഞ്ഞു, മകളെ, നമുക്കൊരു കാര്യം ചെയ്യാം, ദൈവത്തിൻ്റെ വചനം പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ടുപേരും അങ്ങനെ വചനം ആവർത്തിച്ച് പറയാൻ തുടങ്ങി. വചനം ഒരു 10-15 മിനിറ്റ് സമയത്തേക്ക് വചനം ഇങ്ങനെ ആവർത്തിച്ച് പറയാൻ തുടങ്ങി. ഈ മകൾ ഉറക്കെ അങ്ങ് കരയാൻ തുടങ്ങി. അവളുടെ മനസ്സിലുണ്ടായിരുന്ന കെട്ട് മുഴുവൻ അങ്ങ് പൊട്ടിപ്പോയി, ഫ്രീ ആയി അവൾ. എന്നിട്ട് എന്നോട് ഇങ്ങനെയാണ് പറഞ്ഞത്, സിസ്റ്ററെ, പിന്നീട് ഒരിക്കലും ആ ഒരു കാര്യത്തെ ഓർത്ത്, ആ ഒരു ബന്ധത്തെ ഓർത്ത്, ആ മകനെ ഓർത്തിട്ടൊന്നും കരയേണ്ടി വന്നിട്ടില്ല. മനസ്സ് വളരെ ഫ്രീ ആയി, മനസ്സ് വളരെ ശാന്തമായി. എൻ്റെ കർത്താവ്, വിശ്വസിച്ച് കർത്താവിനെ വിളിച്ച സമയം തന്നെ എന്നെ ആശ്വസിപ്പിച്ചു. ഒരിക്കലും എനിക്കിതിൽ നിന്നൊരു മോചനം കിട്ടുകയില്ല എന്ന് കരുതിയിട്ട് പല രാത്രികൾ ഉറങ്ങാൻ പറ്റാതെ പോലും കിടന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് മനസ്സിലായി, എൻ്റെ മനസ്സിൻ്റെ ഒരു ചെറിയ വിചാരം പോലും തിരിച്ചറിയുന്ന, മാനിക്കുന്ന ഒരു ദൈവമാണെന്ന്, ഒരു ചെറിയ ആശ പോലും കാണുന്ന ഒരു ദൈവമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കർത്താവേ, അങ്ങ് എൻ്റെ കൂടെ ഉണ്ടെന്ന് എപ്പോഴും എനിക്ക് ബോധ്യമുണ്ട്. ഈ മകള് പറഞ്ഞ ഒരു സത്യം ഞാൻ ഓർക്കുകയാണ്. എപ്പോഴൊക്കെ കർത്താവിൽ വിശ്വാസം അർപ്പിച്ചുവോ, എപ്പോഴൊക്കെ കർത്താവിൽ ഞാൻ ശരണം വെച്ചുവോ, ഓടിയെത്തിയിട്ടുണ്ട് കർത്താവ് സഹായിക്കാൻ. ആ കൈ നീട്ടി തന്നിട്ട്, പേടിക്കണ്ട കേട്ടോ, ധൈര്യം വേണം കേട്ടോ, ധൈര്യമായിട്ട് മുന്നോട്ട് പോകണട്ടോ പറഞ്ഞു തരാൻ ആ കരം എപ്പോഴും നീട്ടി തന്നിട്ടുണ്ട്. എപ്പോഴും അടുത്ത് നിന്ന് പറഞ്ഞിട്ടുണ്ട്, നീ വിശ്വസിച്ചാൽ മാത്രം മതി, വിശ്വസിച്ചാൽ മാത്രം മതി. ഹെബ്രായർക്കുള്ള ലേഖനത്തിൽ 11-ാമത്തെ അധ്യായത്തിൽ 6-ാമത്തെ വചനം ഇങ്ങനെയല്ലേ പറയുക, വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റുകയില്ല. വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റുകയില്ല. അല്പം വിശ്വാസം പോരാ, നല്ല വിശ്വാസം വേണം, ആഴത്തിലുള്ള വിശ്വാസം. ദൈവത്തിന് ഇത് ചെയ്തു തരാൻ പറ്റും എന്ന് വിശ്വസിക്കാൻ ഉള്ള അത്രയും ആഴത്തിലുള്ളൊരു വിശ്വാസം. ലാസർ മരിച്ചപ്പോൾ മർത്തയൊക്കെ പറഞ്ഞില്ലേ, 4-ാം ദിവസം കേട്ടോ മരിച്ചിട്ട്, ദുർഗന്ധം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഇനി ഒന്നും ചെയ്യാൻ പറ്റുകയില്ലെന്ന് അവൾ ഓർത്തു മനസ്സിൽ. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് എന്നാ കാര്യം, ആൾ മരിച്ചുപോയി, ഒരു കാര്യമില്ല ഇനി പറഞ്ഞിട്ട്. അങ്ങനെയാണ് മർത്ത ഓർത്തത്. അവളുടെ വിശ്വാസം അത്രയും പരിമിതമായിരുന്നു, കുറവുണ്ടായിരുന്നു, വളരെ ലിമിറ്റഡ് ആയിരുന്നു അവളുടെ വിശ്വാസം. ജായറോസിൻ്റെ മകൾ മരിക്കുന്ന സമയത്ത് ഈ ജായറോസ് ഈശോയുടെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, എൻ്റെ വീട്ടിലേക്ക് വരണമെന്ന്. ആ സമയത്ത് തന്നെയാണ് വീട്ടിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് പറയുക, നിൻ്റെ കൊച്ചു മരിച്ചുപോയി, ഇനി ഗുരുവിനെ ബുദ്ധിമുട്ടിക്കണ്ട, കൊച്ചു മരിച്ചുപോയി, ഇനി ബുദ്ധിമുട്ടിക്കണ്ട. അതിനർത്ഥം അവരുടെ മനസ്സിലും വലിയ വിശ്വാസമൊന്നും കാര്യമായിട്ടില്ലായിരുന്നു. വലിയ വിശ്വാസം അവർക്കുമില്ല, ഇനി കർത്താവിനെ എന്നാ ചെയ്യാൻ പറ്റും. ജീവിച്ചിരിക്കുമ്പോഴാണെങ്കിൽ വല്ല രോഗത്തിന് സൗഖ്യമൊക്കെ കൊടുത്ത് കുറേ കുഷ്ഠരോഗികളെ മാറ്റിയിട്ടുണ്ട്, സുഖപ്പെടുത്തിയിട്ടുണ്ട്, കണ്ണ് കാണാൻ മേലാത്തവർക്ക് കാഴ്ച കൊടുത്തിട്ടുണ്ട്, തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പം എന്തെങ്കിലുമൊക്കെ ചെയ്യാം, മരിച്ചവർക്ക് ഇനി എന്നാ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഗുരുവിനെ ബുദ്ധിമുട്ടിക്കണ്ട. ഇവരുടെ വിശ്വാസം വളരെ ചെറുതായിരുന്നു, ശുഷ്കമായിരുന്നു അവരുടെ വിശ്വാസം. ഇങ്ങനെയുള്ള വിശ്വാസമല്ല ഒരു വ്യക്തിയിൽ നിന്ന് കർത്താവ് ആഗ്രഹിക്കുക. സഹോദര, നിൻ്റെ ജീവിതത്തിൽ നിന്ന്, സഹോദരി, നിൻ്റെ ജീവിതത്തിൽ നിന്ന് ഇങ്ങനെ നാമമാത്രമായിട്ടുള്ള വിശ്വാസം അല്ല ഈശോ ആഗ്രഹിക്കുക. എന്താണെന്നറിയോ? ആഴത്തിലുള്ള വിശ്വാസം, ആഴത്തിലുള്ള വിശ്വാസം. ആഴത്തിൽ നീ വിശ്വസിക്കുക, നിൻ്റെ ദൈവത്തിന് നിൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ പറ്റുമെന്ന് നീ വിശ്വസിക്കുക. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഇൻ്റർവ്യൂ പാസ്സാവുമെന്നാണോ നിൻ്റെ ടെൻഷൻ? അതിനാണോ നീ ഭയപ്പെടുന്നത്? ജോലി കിട്ടുമെന്നാണോ ടെൻഷൻ? കല്യാണം നടക്കുമെന്നാണോ ടെൻഷൻ? നീ വിശ്വസിക്കുക, വിശ്വസിക്കുക ദൈവത്തിന് നിൻ്റെ കാര്യത്തിൽ ഇടപെടാൻ പറ്റുമെന്ന്. പരിശുദ്ധ അമ്മയ്ക്ക് പോലും ഭയം തോന്നിയിട്ടുണ്ട്. എല്ലാവർക്കും ഉണ്ടാകും ഈ ഭയം, എല്ലാവർക്കും. പരിശുദ്ധ അമ്മ ഗബ്രിയേൽ ദൂതൻ വന്നിട്ട് മംഗളവാർത്ത അറിയിച്ചപ്പോൾ അസ്വസ്ഥയായി, വല്ലാതെ അസ്വസ്ഥതയായി. ഇനി ആരോട് പറയും, എന്ത് ചെയ്യും, എങ്ങനെ ഇത് മുന്നോട്ട് പോകും? യൗസേപ്പ് പിതാവിനോട് ആര് പറയും? ഇതൊക്കെ എങ്ങനെ നടക്കും ഈ കാര്യങ്ങൾ? മാതാവ് വല്ലാതെ അസ്വസ്ഥയായി. ഉടനെ ദൂതൻ എന്താ പറഞ്ഞതെന്നറിയോ? മറിയമേ, നീ ഭയപ്പെടേണ്ട,
നീ ഭയപ്പെടേണ്ട. പരിശുദ്ധ അമ്മയ്ക്ക് പോലും ഭയം തോന്നിയായിരുന്നു. പക്ഷേ ഈശോ വന്നതിന് ശേഷം അമ്മ പിന്നെ പേടിച്ചിട്ടില്ല കേട്ടോ. അമ്മയുടെ മനസ്സിൽ പിന്നെ പേടിയില്ലായിരുന്നു എന്ന് ഓർത്തു നോക്കി. എത്ര കാര്യങ്ങളാണ് ഈശോയെക്കുറിച്ച് അമ്മ കേട്ടിട്ടുള്ളത്, എത്ര അപവാദങ്ങൾ കേട്ടു, എത്ര തെറ്റിദ്ധരിക്കപ്പെടാവുന്ന സംഭവങ്ങളിലൂടെ കടന്നുപോയി. അമ്മ പേടിച്ചിട്ടില്ല ഒരിക്കൽ പോലും. കുരിശുമരണത്തിന് വിധിക്കപ്പെട്ടു, അമ്മ പേടിച്ചോ? ഇല്ല. കുരിശും കൊണ്ട് പോകുന്ന വഴിയിലൊക്കെ അമ്മ കൂടെ ഉണ്ടായിരുന്നു, എന്നിട്ട് അമ്മ പേടിച്ചോ? ഇല്ല. അമ്മയുടെ മനസ്സിൽ ഭയം തോന്നിയോ? ഇല്ല. കുരിശിൽ മരിക്കുന്ന സമയത്ത് എനിക്ക് ദാഹിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. വേദനിപ്പിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, ക്ഷമിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, ഇവരോട് ക്ഷമിക്കണേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. യോഹന്നാനോട് പറയുന്നുണ്ട് നിൻ്റെ അമ്മയാന്ന്. ഇതൊക്കെ കേട്ടിട്ടും കണ്ടിട്ടും അമ്മ പേടിച്ചു പോയോ? അമ്മ പേടിച്ചു പോയോ? ഇല്ല കേട്ടോ. അമ്മയുടെ മനസ്സിൽ ഭയമില്ലായിരുന്നു, അമ്മയുടെ മനസ്സിൽ ധൈര്യം ഉണ്ടായിരുന്നു. അമ്മ തല കറങ്ങിയിട്ടൊന്നും വീണില്ല, അമ്മ അവിടെ നിൽക്കുകയായിരുന്നു കുരിശിൻ്റെ താഴെ. അത്രയും കഠോര വേദനയുടെ സമയത്തും അമ്മ കുരിശിൻ്റെ താഴെ നിന്നു. അമ്മയ്ക്ക് അത്രയും ധൈര്യം ഉണ്ടായിരുന്നു. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. അമ്മയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഈ വലിയ പുണ്യം ഏത് സാഹചര്യത്തെയും അതിജീവിക്കാനും ഏത് സാഹചര്യത്തെയും ധീരതയോടെ നോക്കിക്കാണാനും ഒരു വലിയ കൃപ നമുക്ക് വേണം. ഒന്നിനു പുറകെ ഒന്നായി പ്രശ്നങ്ങൾ വരും. കുടുംബജീവിതമാണോ, സമർപ്പണ ജീവിതമാണോ, വലിയ ഭാരിച്ച ഉത്തരവാദിത്വമാണോ നീ ചെയ്യുക? ഒരു ദിവസം നീ ഒരു പ്രശ്നത്തെ അഭിമുഖീകരിച്ചു കഴിഞ്ഞുവെങ്കിൽ അടുത്ത ദിവസം അതിലും വലിയ പ്രശ്നമായിരിക്കും വരിക, ഒരു സംശയവും ഇല്ല. അതിലും വലിയതായിരിക്കും ഇനി നീ കാണാൻ പോകുന്നത്, നാളെ ഇതിലും വലിയതായിരിക്കും വരാൻ പോവുക. പക്ഷേ ഒറ്റ കാര്യം നീ വിശ്വസിക്കുക, നിൻ്റെ ദൈവം നിന്നെ ഉപേക്ഷിക്കില്ല എന്ന്, നിൻ്റെ ദൈവത്തിന് മരണത്തിന് അപ്പുറം പോലും പ്രവർത്തിക്കാൻ കഴിവുള്ളവനാണെന്ന്, നിൻ്റെ ദൈവത്തിന് നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാൻ കഴിവുള്ളവനാണെന്ന് സാധിക്കുമെന്ന് നീ വിശ്വസിക്കണം. ചെറിയ വിശ്വാസം പോരാ, ആഴത്തിലുള്ള വിശ്വാസം. ദൈവമേ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിച്ചു തരണമേന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ജായറോസിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആ വിശ്വാസം, കാൽക്കൽ വീണ് വീട്ടിലേക്ക് വരണം ഈശോയേ എന്ന് പറയാനുള്ള ആ എളിമയും ആ വിധേയത്വവും ആ ശരണ മനോഭാവവും ആശ്രയ മനോഭാവവും ഒക്കെ നമുക്കും സ്വന്തമാക്കാം. ഈശോയെ, എൻ്റെ ഹൃദയമാകുന്ന ഭവനത്തിലേക്ക് നീ എപ്പോഴും വരണം, എന്നെ തനിച്ചാക്കല്ല്. എപ്പോഴും ഭയം തോന്നാം, ഈ ഭയത്തെയൊക്കെ അതിജീവിക്കാൻ നീ എനിക്കൊരു ശക്തി തരണേ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണുകളടച്ച് കൈകൾ കൂപ്പി കർത്താവിനോട് നമുക്ക് പറയാം, കർത്താവേ, ഞാൻ ആഗ്രഹിക്കുന്നതിനൊക്കെ വിപരീതമായി, കണക്ക് കൂട്ടലുകൾക്കൊക്കെ വിപരീതമായി പലപ്പോഴും ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങൾ സംഭവിക്കുമ്പോൾ എൻ്റെ മനസ്സ് ഇടിഞ്ഞു പോകാൻ ഇടയാക്കല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഭയം എന്നെ കീഴടക്കാൻ അനുവദിക്കല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ജീവിതത്തിൽ എപ്പോഴും ധൈര്യവും ധീരതയും സ്നേഹവും ഒക്കെ തന്ന് ജീവിതത്തെ സന്തോഷത്തോടെ നോക്കിക്കാണാൻ കരുത്തും കൃപയും എനിക്ക് തരണം. പരിശുദ്ധ അമ്മേ, എന്നെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.